ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അണ്ടർ ദ സ്കൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ടാങ്കർ ഔട്ട്ലെറ്റ്സിലേക്കാണ്. ഇവിടുന്ന് 35 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. ടാങ്കർ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ട്രാവൽ, ഒരു 35 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. ഏകദേശം 32 മൈൽസ് ഉണ്ട് നമുക്ക്. ഞാനൊരു സെക്കൻഡ് ടൈമാണ് പോകാൻ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഷോപ്സിൽ പോയാൽ മതി. ഇത് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതെല്ലാം പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ. ശരിക്കും റോഡൊക്കെ നമ്മൾ ശരിക്കും ഇവിടുത്തെ റോഡും കാര്യങ്ങളും നമുക്ക് അനുകരിക്കാൻ തോന്നും. നമ്മുടെ നാട്ടിലില്ലല്ലോ, നമുക്ക് വിഷമം തോന്നും. സോ നമ്മൾ ടാങ്കർ ഔട്ട്ലെറ്റ്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് ആണ് ഭയങ്കര നമ്മൾ നോട്ടീസബിളായിട്ടുള്ളൊരു കാര്യം ഗൈസ്. ലൈക്ക് ഇത്രയും വലിയ പാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്രയും ആൾക്കാർ അവിടെ അക്കോമഡേറ്റ് ചെയ്യും. ചില സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഫുൾ ഓരോ ഷോറൂമിൻ്റെയും ഓരോ ഔട്ട്ലെറ്റ്സിൻ്റെയും ഫ്രണ്ടിൽ ക്യൂ ആയിരിക്കും. കാരണം ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യും. മിക്കവാറും ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടാകും. സോ ഇപ്പം നമുക്ക് മെയിൻ ബ്രാൻഡെല്ലാം കാണാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം എല്ലാ ഷോപ്സും ഒന്ന് കാണാം. മെയിൻ ബ്രാൻഡ്സാണ് ഈ കാണുന്നതെല്ലാം. ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഗസ്സൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ്. ആക്ച്വലി ഗസ്സൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് സ്ഥിരമായിട്ട് ഗസ് വാങ്ങുന്നവർക്കാണെങ്കിൽ നല്ല ചീപ്പറായിട്ട് ഇവിടുന്ന് കിട്ടും. നൈക്കിൻ്റെ ഷോറൂമാണ് കേട്ടോ അത്. നൈക്കിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ മിക്കവാറും നമ്മൾ വലിയൊരു ക്യൂ ആയിരിക്കും കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് ആക്ച്വലി വീക്കെൻഡിലാണ്. അപ്പം വീക്കെൻഡ് മാത്രമല്ല, ഒരു ലോങ് വീക്കെൻഡായിരുന്നു. നമുക്ക് ഈ മൺഡേ അവധിയായിരുന്നു. ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അപ്പം എല്ലാവരും ട്രിപ്പിന് പോയിരിക്കാണ്ട് മാത്രമാണ് സത്യത്തിൽ ഇത്രയും തിരക്ക് കുറവ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഓപ്റ്റ് ചെയ്തത് പോകാൻ വേണ്ടിയിട്ട്. അതർവൈസ് നമ്മളിപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് നല്ല കൺസേൺഡ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്കൊന്നും ഇപ്പോൾ പോകാറില്ല കുട്ടികളെയും കൊണ്ട്. ഇത് ചിക്കോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാനിത് ഓപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്രാവശ്യം അവിടെ നിന്ന് ഒരു ടോപ്പും ഒരു പാൻറ്റും ഒരു ലെഗിൻസും മേടിച്ചിട്ടുണ്ട്. ഇത്തിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നി. പക്ഷേ അന്ന് ഞങ്ങൾ പോയ ദിവസം 20% ഓഫ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും. സോ അത്ര നഷ്ടമായിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി സ്റ്റഫ് ഉണ്ട്. H&M ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പം നല്ല ഓഫേഴ്സ് ഉണ്ടാവും, നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ ക്ലെയേഴ്സാണിത്. ക്ലെയേഴ്സ് എന്ന് പറയുമ്പം മൊത്തം കോസ്മെറ്റിക് ആക്സസറീസ്, ഫാഷൻ ആക്സസറീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ക്ലെയേഴ്സിലാണ് എൻ്റെ മോളുടെ ഇത് കാത് കുത്തിയത്. അപ്പം അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള കളക്ഷൻ കണ്ടാൽ നമ്മൾ വാങ്ങാണ്ടിരിക്കില്ല. അപ്പം ഞാനിവിടെ വരുമ്പോൾ ക്ലെയേഴ്സിൽ ഓപ്റ്റ് ചെയ്യുന്നത് അവർക്ക് 12/12 ഓഫറുണ്ട്. അതായത് അവരുടെ ഒരു ക്ലിയറൻസ് സെറ്റ് ഉണ്ട്. അതിലവർ നമ്മൾ $12 നമുക്ക് 12 സാധനങ്ങൾ, എത്ര രൂപയുടെ ആണെങ്കിലും 12 സാധനങ്ങൾ എടുക്കാൻ പറ്റും. സോ അതൊക്കെ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ്. ഇതിനുള്ളിൽ വെച്ചാൽ കുറേ ഷോപ്സിലാണ് ഞങ്ങൾ കയറിയും. എല്ലായിടത്തും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും.
യൂഷ്വലി ഹെയിൻസ് ബ്രാൻഡ്സാണ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഓൾഡ് നേവിയിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം കൂടുതൽ മേടിച്ചിട്ടുള്ളത് നമ്മൾ ഓൾഡ് നേവിയിൽ നിന്നാണ്. സ്കെച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഗ്യാപ്പ് ഉണ്ട്, കാർട്ടേഴ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. അപ്പം ഗ്യാപ്പിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വാങ്ങാനായാലും നമുക്ക് വാങ്ങാനായാലും നല്ലതാണ്. ഇതെനിക്ക് തോന്നുന്നു ഹെയിൻസ് ബ്രാൻഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് അകത്ത് 2-3 ഷോപ്സൊക്കെ കാണിക്കുന്നുള്ളൂ. ഹെയിൻസ് ബ്രാൻഡ്സ് ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്നൊക്കെ കുറച്ച് വാങ്ങി. ഞാൻ ലാസ്റ്റ് ഞാൻ വാങ്ങിയ സാധനങ്ങളും കൂടി കാണിക്കാം. ഓക്കെ, ഒരു ഹോള് പോലെ, ഷോപ്പ് ഹോള് പോലെ കാണിക്കാം. ബ്രാൻഡഡ് നല്ല സാധനങ്ങൾ പോലും അവർ ചില സമയത്ത് ക്ലിയറൻസിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. സോ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ കുറേ ഷോപ്സിലൊക്കെ കയറി. ഇത് ക്രോക്സിൻ്റെ ഷോറൂമാണ്. യൂഷ്വലി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ പ്രോബ്ലമായിട്ട് വരുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർ എൻഗേജ്ഡ് ആവണമല്ലോ. അപ്പോൾ ഇവർ കുറേ റൈഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഷോപ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കുട്ടികൾ ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കില്ല. അവർ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അടുത്ത ഏത് റൈഡാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം മോനായാലും എനിക്ക് റൈഡിൽ ഇരുത്തിയിട്ട് വേണമെങ്കിൽ ഉള്ളിൽ പോവാം. ഇവിടെ അങ്ങനെ ശരിക്കും അത്ര പേടിക്കാനൊന്നുമില്ല. നമ്മൾ എല്ലാ ഷോപ്സിലും കയറിയില്ലല്ലോ. അപ്പം അതിൻ്റെ നമ്മൾ കയറാത്ത സൈഡിൽ നിന്ന് മൊത്തത്തിലുള്ള വ്യൂസൊക്കെ ഞാൻ ജസ്റ്റ് പിക്ചേഴ്സ് എടുത്തതാട്ടോ. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന പോലെ ഗ്രീൻ ഹിൽസിനുള്ളിലും ഫുള്ള് ചെറിയ ചെറിയ ഹിൽസാണ്. ഫുള്ള് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള. ഇവിടെ എല്ലായിടത്തും ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാവും, നല്ല അതിനെ വെൽ മെയിൻറ്റെയിൻഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്ര ഭംഗി കാണാൻ ശരിക്കും. പക്ഷേ വിൻ്റർ ആകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാ സീസൺസിലും ഇതെല്ലാം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഗ്രീൻ ഹിൽസിൻ്റെ ഒരു വ്ളോഗ് ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ടാങ്കർ ഔട്ട്ലെറ്റ്സ് ട്രിപ്പൊക്കെ കഴിഞ്ഞു, ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ക്ലെയേഴ്സിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഇതൊരു ബോ സെറ്റാണ്. പല ഡിസൈൻസിലുള്ള ബോസ് ഉണ്ട് അതിൽ. അപ്പം ഇതെല്ലാം ക്ലിയറൻസിലിട്ടിരിക്കുന്നത്. ഇതൊരു സിൽവർ ബോയാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ. അപ്പോൾ ഇതെല്ലാം അവർ ക്ലിയറൻസിലിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. എഗെയിൻ നമുക്കിത് $1 കിട്ടും. നമ്മൾ എഗെയിൻ വി ഷുഡ് നോട്ട് കമ്പയർ ഇറ്റ് വിത്ത് ഇന്ത്യൻ മണീസ്. എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി സ്റ്റഫാണ്. ഇതൊരു ഹെയർ ബാൻഡാണ്. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. മോളോട്ടിരുന്ന് കാര്യമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒന്നും എടുക്കാനും വയ്ക്കാനും സമ്മതിക്കില്ല. ഇതൊരു പേളിൻ്റെ ഒരു സ്ലൈഡാണ്. ഓക്കെ, സോ ഇതൊക്കെ ഹെയർ ബാൻഡ്സ് ആണ്. നല്ല മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള ഹെയർ ബാൻഡ്സ് ആണ്. പിന്നെ ഉള്ളത് ഞാൻ കുറച്ച് ഇയർ റിങ്സ് മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതാണ്. പിന്നെ പേളും സ്റ്റോണും കൂടി ഉള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഇതുപോലത്തുള്ള ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു പേളിനെ മേടിച്ചു. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇതൊരു വൈറ്റ് പേളിൻ്റെ ബ്രേസ്ലെറ്റാണ്. മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ഇതൊക്കെ ഞാൻ പണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടാങ്കറിൽ പോയപ്പം ഇതേ ഓഫർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയതാണ്. മോൾക്ക് മുടിയില്ലാത്തത് കൊണ്ട് കൂടുതലും ഹെയർ ബാൻഡ്സിനേക്കാളും ബോയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതൽ വാങ്ങുന്നത്. പിന്നെ ഡ്രസ്സ് മേടിച്ചത് ഇത് ഗ്യാപ്പെന്ന് മേടിച്ചതാണ്. നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ക്ലിയറൻസിൽ ഇട്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായി, പീച്ച് പോലത്തുള്ള കളറ്. പിന്നെ ഇത് ഓൾഡ് നേവിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാണല്ലോ അല്ലേ. അപ്പം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എല്ലാ ഡ്രസ്സും മിക്കവാറും മെയ്ഡ് ഇൻ ഇന്ത്യയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ഇത് ചിക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡെന്ന് ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പം അവിടെ നിന്ന് മേടിച്ചാണ് ഈ ലെഗിൻസും ഈ ടോപ്പും. എൻ്റെ ഒരു ടേസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഡ്രസ്സൊന്നും. ഇതും ഗ്യാപ്പിൽ നിന്ന് കിട്ടിയ ടോപ്പാണ്. എല്ലാം നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കട്ട സപ്പോർട്ട് വേണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.